மர தோப்புக்குள்ள மயில அந்த ஓடி வந்து செய்தி சொல்லும் குயிலே மயில ஓடிர சொல்லும் என் பாட்டு மாളം. എന്തോ ഹരിബാല. ഹരിബാല കുട്ടിയുടെ വീട് എവിടെയാ? ഫ്രണ്ടിലായിരിക്കുമോ? ഫ്രണ്ടിലായിരിക്കുന്ന അതിനിപ്പോ എന്ത് ഞാൻ പറയും ദൈവമേ. വീട്ടിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വന്നത്? സംസാരിക്കാനാ വന്നത്. ആ അപ്പുറത്ത് കാണുന്ന വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് നടന്നാണോ, ബൈക്കിനാണോ, കാറിനാണോ, ഓട്ടോറിക്ഷ പിടിച്ചാണോ വന്നേ? ബൈക്കിൽ കാറ് പിടിച്ചു വന്നോ? എന്നാലും ബൈക്കിൽ കാറ് പിടിച്ചു വന്നു അല്ലേ? ആരൊക്കെ കൂടെ വന്നിരിക്കുന്നത്? ഒന്ന് കാണിച്ചു തന്നെ അവരെയൊക്കെ. ഏതാ അമ്മൂമ്മ? അമ്മൂമ്മ മൂടി പോച്ചൊക്കെ ഇരിക്കുവാണല്ലോ. ഇത് എന്താ ഇത്? അമ്മൂമ്മയുടെ പേരെന്താ? അമ്മൂമ്മയുടെ പേര് രാധാദേവി. രാധാദേവി, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. മോള് പറഞ്ഞു ബൈക്കിൽ കാറ് പിടിച്ചാ വന്നതെന്ന്, ശരിയാണോ? ബൈക്കിൽ കാറ് പിടിച്ചില്ല, കാറിൽ വന്നു. ഈ രാധാദേവി എങ്ങനെയുണ്ട് ആള്? ഉണ്ടായിരിക്കും വീടിന്റെ അകത്ത്. വീടിന്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും. എനിക്ക് അമ്മച്ചി ബിരിയാണിയും എനിക്ക് ചിക്കൻ കറിയും എല്ലാം മേടിച്ചോണ്ട് വരും അമ്മ. ആര്? അമ്മയോ? എല്ലാം മേടിച്ചോണ്ട് വരുവാണോ അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുവോ? ഉണ്ടാക്കും. ഇന്ന് മൊത്തം ബിരിയാണി എപ്പിസോഡാണല്ലോ. മൊത്തത്തിൽ ലാവിഷ. പാട്ട് പാടാൻ അറിയാമോ? ഒരു പാട്ട് പാടിക്കോ. അപ്പേ എന്നിട്ട് ചെടി ടെസ്റ്റ് എടുത്തു. മാർക്ക് പറയട്ടെ അപ്പേ? വേണ്ട, അത് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. അതെന്തപ്പേ? എനിക്ക് 0 കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ? 10 0 കഴിഞ്ഞാൽ പിന്നെ 1 അതിന് 1000 0 കഴിഞ്ഞാൽ അപ്പോഴും 1. അതുകൊണ്ട് അപ്പയ്ക്കൊരാള് 1,00,000 രൂപ തരാണ്ടെന്ന് വിചാരിച്ചോ? തിരിച്ചരുമാ? പൂജ്യത്തിന് വെള്ളിലാണ് പറഞ്ഞ് 1 രൂപ തരുമ്പോ അപ്പൊ സമ്മതിക്കോ? ഇല്ല. അപ്പൊ പൂജ്യത്തിനാണ് വില, അല്ലാതെ 1-നല്ല. നീ നല്ലോണം പഠിച്ചൊരു ഡോക്ടറായി കാണാൻ അപ്പടെ ആഗ്രഹം, അല്ലാതെ 0 പേടിച്ചിരിക്കാനല്ല. അതൊരു വല്ലാത്ത ആഗ്രഹമായി പോയല്ലേ? ഞാൻ വേണമെങ്കിൽ ചന്ദ്രന് പോവാപ്പേ, പക്ഷെ ഡോക്ടർ ആവാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നാ നീ ചന്ദ്രനിലേക്കോ? അപ്പൊ എനിക്ക് പറയാലോ അപ്പടെ മോള് ചന്ദ്രനിൽ പോയിന്ന്. അപ്പേ ഇങ്ങനെ ആർത്തി പാടില്ലട്ടാ. ഞാൻ വെറുതെ എന്തെങ്കിലും പഠിഞ്ഞെന്ന് വെച്ച്. അപ്പേ ശരിക്കും അറിയാം ചന്ദ്രന് പോയിട്ടുണ്ടോ? പണ്ടാരണ്ടൊക്കെ പോയിട്ടുണ്ട്. എന്താ അപ്പ ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ആയിട്ട് ഇപ്പൊ ആരും ചന്ദ്രനിൽ പോവാത്തെ? ആർക്കറിയാ? എന്നാ ഞാൻ പറയട്ടെ, ജിമെയില് കൊതിയുള്ളോണ്ട് പോയാ പിന്നെ തിരിച്ചു വരില്ല നമുക്കറിയാം. അത് ചിലപ്പോ ശരിയായിരിക്കും. അപ്പേ ഈ അടിയായിട്ട് പഠിക്കുന്നത് സുസ്കാന്തി ഉണ്ട്. അങ്ങനെ വേണം. അയാൻ കോഞ്ഞിന്റെ അടുത്ത് എന്തിട്ടപ്പേ? ഞാൻ പോകയാണ്. അതെന്ത് ഇടപാടാ? അർത്ഥം പഠിച്ചിട്ട് പോവാപ്പേ. അതാണ് പറഞ്ഞു, ഞാൻ പോകുന്നു. എന്നാ പോ, ഞാൻ പിന്നെ പിടിച്ചോളട്ടപ്പേ. ഹായ് ഗൈസ്, ഇതെന്റെ ഒരു തുടർന്ന് പഠിച്ചിലാണ്. അന്ന് പതിവ് പോലെ എക്സാം പേപ്പർ കിട്ടി. മാർക്ക് കണ്ടപ്പാ ഒരുപാട് സന്തോഷമായി എനിക്ക്. എന്നും 0 കിട്ടുന്ന എനിക്ക് അന്ന് 90 മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ മാർക്ക് കാണിക്കാനായിട്ട് അപ്പയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഞാൻ വിചാരിച്ചു അപ്പയ്ക്ക് ഈ മാർക്ക് കാണുമ്പോ ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നു. ഞാൻ പേപ്പർ അപ്പയുടെ മുമ്പിലേക്ക് നീട്ടി. എനിക്കറിയാം അപ്പയ്ക്ക് മാർക്ക് കാണിച്ചെടുക്കുമ്പോ എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നു. പക്ഷേ ഗായ്സ്, ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. മാർക്ക് കണ്ടപ്പോ അപ്പ പൊട്ടിത്തെറിച്ചു. അപ്പ പറഞ്ഞു, നിനക്ക് ഇത്ര മാർക്ക് കിട്ടില്ലെന്ന്. നിനക്ക് 9 കിട്ടിയത്, നീ അതിന് കൂടെ 0 ചേർത്തല്ലേ? അങ്ങനെയാണ് ഗായ്സ് അപ്പ എന്നോട് ചോദിച്ചത്. ഗായ്സ്, ഞാനത് തളർന്നു പോയി. എന്റെ സങ്കടം ഞാൻ ആര് പറഞ്ഞ് മനസ്സിലാക്കും ഗായ്സ്? ഞാൻ എപ്പോഴും സത്യം ചെയ്ത് പറഞ്ഞു, ഞാൻ 0 ചേർത്തിട്ടില്ല. അപ്പയ്ക്കാണ് ശരിക്കും അറിയാവുന്നോണ്ട് അപ്പ അത് വിശ്വസിച്ചില്ല ഗായ്സ്. എന്റെ കൊച്ചു മനസ്സ് പൊട്ടി. അപ്പേ
അപ്പത്തിപ്പൊ സന്തോഷായില്ലേ അപ്പേ? എന്താടി നീ പടങ്ങിയിരിക്കുന്നത്? ഇന്നലെ നമ്മള് കൊച്ചിക്ക് പോയതല്ലേ? അതെ. ലുലു മാളിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലേ? നീ കണ്ടില്ലേ അവിടത്തെ തിരക്ക്? അവിടെ എന്നും തിരക്കാ. അവിടെ തിരക്കില്ലാത്ത ദിവസം ഉണ്ടാ? പപ്പയുടെ കുശുമ്പ അഹങ്കാരം കാരണല്ലേ ഇന്നലെ ലുലു മാളിക്ക് വണ്ടി എടുക്കാണ്ടിരുന്നത്? ആ അതേടി, നോക്കി നിന്റെ സൗണ്ടൊക്കെ അടഞ്ഞിട്ട് നിനക്ക് വയ്യാത്ത കാരണല്ലേ? ഈ വയ്യാത്ത കുട്ടീന്റെ അടുത്താണോ നിങ്ങള് കൂതര കാണിക്കണത്? കൂതരയാ? ഉഫ്, എന്തെങ്കിലും ആകട്ടെ. ക്രൂരതയാണോ ഉദ്ദേശിച്ചത്? ആ സാരതെ. ആ ബെസ്റ്റ്. എനിക്ക് അടുത്താഴ്ച ഒന്നും സ്കൂളിൽ പോകണ്ടല്ലോ. 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ സ്കൂള് തുറക്കുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുള്ളൂ. എനിക്ക് ബോക്സ് മേടിക്കണം, വാട്ടർ ബോട്ടിൽ മേടിക്കണം. ഈ 2 സാധനം മേടിക്കാനാണോ ലുലു പോണത്? അല്ല, കുറച്ച് സാധനം കൂട്ടി മേടിക്കണം. ആ ബെസ്റ്റ്. ആ അത് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് പോവാം. 2 ആഴ്ച കഴിഞ്ഞിട്ടാ? നാളെ പോകണം. ആ കൊണ്ടുപോവാം. കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് ആരും കാണണ്ട. കൊണ്ടുപോയില്ല, ചെയ്യില്ല. അപ്പൊ പോണ്ടേ? പോണം. നടന്ന് കുഞ്ചു. നടന്ന് കുഞ്ചു. ആ പാടിയ കുഞ്ചിയമ്മയ്ക്ക്. കുഞ്ചിയമ്മയ്ക്ക് ആ 5 മക്കളാണ്. ആ 5. ആ 5 ആണ്. അഞ്ചാമൻ. അഞ്ചാമൻ ആ ഓന് കുഞ്ചുവാണ്. ആ ആ പഞ്ചാര. ആ വിറ്റു കുഞ്ചു നടന്നു. നടന്നു കുഞ്ചു. നടന്നു കുഞ്ചു. പഞ്ചാര വിറ്റു. പഞ്ചാര വിറ്റ് കുഞ്ചു നടന്നു. പഞ്ചാര വിറ്റു. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു. നടന്നു കുഞ്ചു. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു. പഞ്ചാര വിറ്റ് കുഞ്ചു നടന്നു. നടന്നു കുഞ്ചു. നടന്നു കുഞ്ചു. ആ പഞ്ചാര വിറ്റു. പഞ്ചാര വിറ്റു ആ നടന്നു കുഞ്ചു. കുഞ്ചു നടന്നു. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു. പഞ്ചാര വിറ്റ് കുഞ്ചു നടന്നു. നടന്നു കുഞ്ചു. നടന്നു കുഞ്ചു. ആ പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു. പഞ്ചാര വിറ്റ് കുഞ്ചു നടന്നു. നടന്നു കുഞ്ചു. നടന്നു കുഞ്ചു. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു. പഞ്ചാര വിറ്റ് കുഞ്ചു നടന്നു. നടന്നു കുഞ്ചു. കുഞ്ഞു നടന്നു. പഞ്ചാര വിറ്റു. പഞ്ചാര വിറ്റ് കുഞ്ഞു നടന്നു. മുറ്റത്തുണ്ടൊരു പേരമരം. തത്തുണ്ടൊരു പേരമരം. പേരമരത്തി പേരക്ക. പേരക്കാക്കായി തിന്നാത്തിയ പേരത്തത്തമ്മ. ഒരു പേരത്തത്തമ്മ. പേരെന്താണ് തത്തമ്മേ? പേരറിയില്ലല്ലോ. നാടേതാണ് തത്തമ്മേ? നാടറിയില്ലല്ലോ. ശരിക്കുന്നു ഞാൻ നിന്നെ ശരിക്കുന്നു ഞാൻ. മുത്തത്തുണ്ടോ തേമാവ്. മുത്തച്ഛനത്തോ തേമാവ്. മുത്തുകുഴയുള്ള തേമാവ്. മാമ്പഴമുണ്ട് കൊമ്പത്ത്. മാണിക്കമുണ്ട് കൊമ്പത്ത്. നിങ്ങളെല്ലാം ചുണ്ടത്ത്. എങ്ങനെ വന്നു തേൻ തുള്ളി. നിങ്ങളെല്ലാം ചുണ്ടത്ത്. എങ്ങനെ വന്നു തേൻ തുള്ളി. ശരി പതക്കാനും കിട്ടില്ല. തെരി പതക്കാനും കിട്ടില്ല. അതൊന്നു വന്നാത്തെങ്കിൽ അമ്പയന്നത്ത് തുവിനേനെ. ആറ്റല്ല കാറ്റ്. അതൊന്നു വന്നാത്തെങ്കിൽ അമ്പയന്നത്ത് തുവിനേനെ. എന്താടി നീ പടങ്ങിയിരിക്കുന്നത്? ഇന്നലെ നമ്മള് കൊച്ചിക്ക് പോയതല്ലേ? അതെ. ലുലു മാളിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞല്ലേ? നീ കണ്ടില്ലേ അവിടത്തെ തിരക്ക്? അവിടെ എന്നും തിരക്കാ. അവിടെ തിരക്കില്ലാത്ത ദിവസം ഉണ്ടാ? പപ്പയുടെ കുശുമ്പ അഹങ്കാരം കാരണല്ലേ ഇന്നലെ ലുലു മാളിക്ക് വണ്ടി എടുക്കാണ്ടിരുന്നത്? ആ അതേടി, നോക്കി നിന്റെ സൗണ്ടൊക്കെ അടഞ്ഞിട്ട് നിനക്ക് വയ്യാത്ത കാരണല്ലേ? ഈ വയ്യാത്ത കുട്ടീന്റെ അടുത്താണോ നിങ്ങള് കൂതര കാണിക്കണത്? കൂതരയാ? ഉഫ്, എന്തെങ്കിലും ആകട്ടെ. ക്രൂരതയാണോ ഉദ്ദേശിച്ചത്? ആ സാരതെ. ആ ബെസ്റ്റ്. എനിക്ക് അടുത്താഴ്ച ഒന്നും സ്കൂളിൽ പോകണ്ടല്ലോ. 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ സ്കൂള് തുറക്കുള്ളൂ. 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുള്ളൂ. എനിക്ക് ബോക്സ് മേടിക്കണം, വാട്ടർ ബോട്ടിൽ മേടിക്കണം. ഈ 2 സാധനം മേടിക്കാനാണോ ലുലു പോണത്? അല്ല, കുറച്ച് സാധനം കൂട്ടി മേടിക്കണം. ആ ബെസ്റ്റ്.
അത് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് പോവാം. 2 ആഴ്ച കഴിഞ്ഞിട്ട് നാളെ പോകണം. കൊണ്ടുപോവാം. കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് ആരും കാണണ്ട. കൊണ്ടുപോയില്ല, ചെയ്യില്ല. അപ്പൊ പോണ്ടേ? പോണം. അപ്പേ ഇന്ന ഇവിടെ ഇരിക്കി മഴക്കിരുന്നേ. സ്വരല്ല അക്ഷരങ്ങളും വെണ്ടയ്ക്ക അക്ഷരങ്ങളും എഴുതി കഴിഞ്ഞു. വെണ്ടയ്ക്കാക്ഷരോ? നോട്ടെ. ഇത് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും, അല്ലാണ്ട് വെണ്ടയ്ക്കാക്ഷരം അല്ല. പറഞ്ഞേ, വ്യഞ്ജനാക്ഷരം. വ്യഞ്ജനാക്ഷരം. ഇനി ചില്ലക്ഷരം എഴുതിക്കോ. പിന്നെ ഞാൻ എഴുതില്ല. അതെന്താ? അമ്മ പറഞ്ഞിട്ടുണ്ട് ചില്ല് കഴിയണത് തൊട്ടാ കൈമുടിയുന്നു. കൈമുടിനാ പിന്നെ ബാക്കി അക്ഷരം എഴുതാൻ പറ്റോ? അതുകൊണ്ട് ചില്ലക്ഷരം ഞാൻ ഉപയോഗിച്ചു. ഇനി ചില്ലക്ഷരം എന്ന് പറയുന്നുണ്ടല്ല, വ്യഞ്ജനാക്ഷരം സ്വരാക്ഷരം പോലെ ഒരു അക്ഷരത്തിന്റെ പേരാണ്, അല്ലാണ്ട് ചില്ലൊന്നും ഇല്ല കൈമ കുത്തി കയറാൻ. അപ്പേ ഈ ഗംഗ റിവറാണോ പോണ്ടോ? റിവറിന് വെച്ചാ നദി. അപ്പൊ പോണ്ടോ? കുളം. അങ്ങനെയാണെങ്കിൽ ഗംഗ അപ്പ പോണ്ട. പോണ്ടേ? നിന്നോട് ആര് പറഞ്ഞു? സുരേഷ് ഗോപി. മൺചിത്രത്തോട് സിൽമേര് പറഞ്ഞിട്ടില്ലല്ലോ ഗംഗ ഇപ്പൊ പോണ്ട എന്ന്. വെറുതെ സിനിമ ഇട്ടിട്ട് കാര്യമില്ല, എന്റെ പോലെ ഓർമ്മശക്തി വേണം. ഹായ് ഗൈസ്, ഇതെന്റെ ഉടുത്തോടന പഠിച്ചിലാണ്. അന്ന് പതിവ് പോലെ എക്സാം പേപ്പർ കിട്ടി. മാർക്ക് കണ്ടപ്പാ ഒരുപാട് സന്തോഷമായി എനിക്ക്. എന്നും 0 കിട്ടുന്ന എനിക്ക് അന്ന് 90 മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ മാർക്ക് കാണിക്കാനായിട്ട് അപ്പയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഞാൻ വിചാരിച്ചു അപ്പയ്ക്ക് ഈ മാർക്ക് കാണുമ്പോ ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നു. ഞാൻ പേപ്പർ അപ്പയുടെ മുമ്പിലേക്ക് നീട്ടി. എനിക്കറിയാം അപ്പയ്ക്ക് മാർക്ക് കാണിച്ചെടുക്കുമ്പോ എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നു. പക്ഷേ ഗായ്സ്, ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. മാർക്ക് കണ്ടപ്പോ അപ്പ പൊട്ടിത്തെറിച്ചു. അപ്പ പറഞ്ഞു, നിനക്ക് ഇത്ര മാർക്ക് കിട്ടില്ലെന്ന്. നിനക്ക് 9 അല്ലേ കിട്ടിയത്, നീ അതിന് കൂടെ 0 ചേർത്തല്ലേ? അങ്ങനെയാണ് ഗായ്സ് അപ്പ എന്നോട് ചോദിച്ചത്. ഗായ്സ്, ഞാനകെ തളർന്നു പോയി. എന്റെ സങ്കടം ഞാൻ ആര് പറഞ്ഞ് മനസ്സിലാക്കും ഗായ്സ്? ഞാൻ എപ്പോഴും സത്യം ചെയ്ത് പറഞ്ഞു, ഞാൻ 0 ചേർത്തിട്ടില്ല. അപ്പക്കാണ് ശരിക്കും അറിയാണോണ്ട് അപ്പ അത് വിശ്വസിച്ചില്ല ഗായ്സ്. എന്റെ കൊച്ചു മനസ്സ് വിരിഞ്ഞു പൊട്ടി. അപ്പേ സങ്കടപ്പെടാൻ വരട്ടെ, കഥ മുഴുവൻ കേക്ക്. ശരിക്കും ഞാനന്ന് 0 ചേർത്തുണ്ടായില്ല ഗായ്സ്, 9 ചേർത്തത്. അങ്ങനെ എനിക്ക് 90 കിട്ടിയത്. സോറി അപ്പേ, ഇതല്ലാണ്ട് വേറെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പയുടെ സന്തോഷല്ലേ എന്റെയും സന്തോഷം. അപ്പക്കിപ്പൊ സന്തോഷായില്ലേ അപ്പേ? മുറ്റത്തുണ്ടൊരു പേരമരം. മുറ്റത്തുണ്ടൊരു പേരമരം, പേരമരത്തിൽ പേരക്ക, പേരക്കാക്കായി തിന്നാനെത്തിയ പേരത്തത്തമ്മ, ഒരു പേരത്തത്തമ്മ. പേരെന്താണ് തത്തമ്മേ? പേരറിയില്ലല്ലോ. നാടേതാണ് തത്തമ്മേ? നാടറിയില്ലല്ലോ. ശരിക്കുന്നു ഞാൻ, പിന്നെ ശരിക്കുന്നു ഞാൻ. മുത്തത്തുണ്ടോ തേമാവ്, മുത്തച്ഛനത്തോ തേമാവ്, മുത്തുകുഴയുള്ള തേമാവ്. മാമ്പഴമുണ്ട് കൊമ്പത്ത്, മാണിക്കമുണ്ട് കൊമ്പത്ത്, നിങ്ങളുടെ എല്ലാം ചുണ്ടത്ത്. എങ്ങനെ വന്നു തേൻ തുള്ളി, നിങ്ങളുടെ എല്ലാം ചുണ്ടത്ത്. എങ്ങനെ വന്നു തേൻ തുള്ളി, ചതിപ്പതക്കാനും കിട്ടില്ല, തെരിപ്പതക്കാനും കിട്ടില്ല. അതൊന്നു വന്നാത്തെങ്കിൽ അമ്പയന്നത്ത് തുവിനേനെ. അതല്ല കാറ്റ്. അതൊന്നു വന്നാത്തെങ്കിൽ അമ്പയന്നത്ത് തുവിനേനെ. നല്ല രസമുണ്ട് കേട്ടാ.